അടുത്തത് എന്തായിരുന്നു? മോളിക്യുലാർ മാസ്. ഓർക്കുക, അറ്റോമിക് മാസ് ഒരു ആറ്റത്തിന്റെ മാത്രമായിട്ട് നമ്മൾ പറയുമ്പോൾ മോളിക്യുലാർ മാസ് എങ്ങനെയാ വരിക? ഒരു മോളിക്യൂളിന്റെ ആയിരിക്കും, എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോ വാട്ടറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ മോളിക്യൂൾ, റൈറ്റ്? അപ്പോൾ ഹൈഡ്രജന്റെ നോക്കുമ്പോൾ എന്താ? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 1 ആണ് ഹൈഡ്രജന്റെ മാസ്. 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഞാൻ 2 ടൈംസ് പുട്ട് ചെയ്തു. പ്ലസ് ഏതൊക്കെ എലമെന്റ് ഉണ്ട് അതൊക്കെ നമ്മൾ പ്ലസ് ചെയ്ത് പോവുക. ഓരോ എലമെന്റും എത്ര ടൈംസ് വരുന്നുണ്ട് അത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹൈഡ്രജൻ ഒന്നാണ് ഹൈഡ്രജന്റെ മാസ് വരുന്നത്. 2 ടൈംസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. പ്ലസ് ഹൈഡ്രജൻ കൂടാതെ ഓക്സിജൻ ഉള്ളപ്പോൾ ഓക്സിജന്റെ മാസിന് എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്സിജന്റെ മാസ് എത്രയാണ്? 16. അപ്പൊ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18. കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുക? മോളിക്യുലാർ മാസ്. ഒരു മോളിക്യൂളിന്റെ കേസിലാണ് പറയാ. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, കാൽക്കുലേറ്റ് മോളിക്യുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ മോളിക്യുലാർ മാസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താ വരുന്നത്? C6H12O6 അല്ലേ? ഓക്കെ, നോക്കിക്കേ, കാർബണിന്റെ മാസ് എന്തായിരുന്നു? കാർബണിന്റെ മാസ് 12 ആണ്. അങ്ങനെ എത്ര കാർബൺ ഇവിടെ വന്നിട്ടുണ്ട്? C6 എന്ന് പറയുമ്പോൾ 6 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? 12 6 ടൈംസ് കൊടുക്കണം. കാർബണിന്റെ കഴിഞ്ഞു, അടുത്ത എലമെന്റിന്റെ എന്ത് ചെയ്യാ? ഇതിന്റെ കൂടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. ഹൈഡ്രജന്റെ മാസ് എന്തായിരുന്നു? 1 ആയിരുന്നു. 12 ടൈംസ് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇൻറ്റു 12 കൊടുത്തു. പ്ലസ് അടുത്തതാരാ വരുന്നത്? ഓക്സിജൻ. ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജൻ ഉണ്ട്. ക്ലിയർ ആണോ? ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കേ. അപ്പോ 12 6 ടൈംസ് പറയുമ്പോ എന്താണ്? 72 വരും അല്ലേ? പ്ലസ് ഓക്സിജൻ 12 ടൈംസ് പറയുമ്പോൾ ഹൈഡ്രജൻ 12 ടൈംസ് പറയുമ്പോൾ പ്ലസ് 12 വരും. സിക്സ്റ്റീൻ 6 ടൈംസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 96 വരും അല്ലേ? ഓക്കെ, അപ്പൊ ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ? 72 പ്ലസ് 12 എത്ര വരും? 84 പ്ലസ് 96 ചെയ്തിട്ടുണ്ടെങ്കിൽ 180 എന്ന് കിട്ടുന്നില്ലേ? 96 പ്ലസ് 4 100 പ്ലസ് 80 180. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ഗ്ലൂക്കോസിന്റെ മോളിക്യുലാർ മാസ് വരുന്നത്. നമുക്ക് അതുപോലെ 2 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം. മോളിക്യുലാർ മാസ് ഫൈൻഡ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ മോളിക്യുലാർ മാസ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ എന്താണ്? വാട്ടറിന് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ? ഹൈഡ്രജൻ 2 ടൈംസ് ഉണ്ട് പ്ലസ് 16. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? 18 കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡിന് ഒന്ന് ചെയ്ത് നോക്കിക്കേ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യുലാർ മാസ് എന്താ വരാന്ന്? കാർബണിന്റെ എത്രയായിരുന്നു? 12 ആയിരുന്നു. ഓക്സിജൻ എന്തായിരുന്നു? 16 ആണ്. ഓക്സിജൻ എത്ര തവണ വന്നിട്ടുണ്ട്? 2 ടൈംസ്. നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? എലമെന്റ്സുകളുടെ മാസുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് കാർബണിന്റെ മാസ് പ്ലസ് ഓക്സിജന്റെ മാസ് പ്ലസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എലമെന്റിന്റെ മാസ്. ഓരോ എലമെന്റും എത്ര ടൈംസ് വന്നിട്ടുണ്ടെന്ന് എന്തും ചെയ്യാം? മൾട്ടിപ്പിൾ. അതായത് ഓക്സിജൻ 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? 16 2 ടൈംസ് എന്ന് കൊടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും? 12 പ്ലസ് 32 44 എന്ന് വരുന്നില്ലേ? ക്ലിയർ? ഓക്കെ, ലാസ്റ്റ് വൺ CH4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ പേര് പറയാം? മീഥെയ്ൻ അല്ലേ? ഓക്കെ, മീഥെയ്ൻ്റെ കാണുമ്പോൾ എന്താണ്? കാർബൺ ഉണ്ട് 12 ഉണ്ട് പ്ലസ് ഹൈഡ്രജൻ എന്താണ്? 1 ആണ്. 4 ടൈംസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 12 പ്ലസ് 4 നിങ്ങളുടെ ആൻസർ എന്ത് വരും? 16 ആണ് മീഥെയ്നിന്റെ മോളിക്യുലാർ മാസ് വരിക. അപ്പൊ മോളിക്യുലാർ മാസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ക്ലിയർ അല്ലേ? ഓക്കെ,
അപ്പൊ നമ്മൾ അറ്റോമിക് മാസ് പഠിച്ചു, ആവറേജ് അറ്റോമിക് മാസ് പഠിച്ചു, മോളിക്കുലാർ മാസ് പഠിച്ചു. പിന്നെ നമ്മുടെ NCERT പറയുന്ന ടേമാണ് ഫോർമുല മാസ്. ഫോർമുല മാസിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസിലാണ് ഫോർമുല മാസ് പറയാം. കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ഈ മോളിക്കുലാർ മാസ് പഠിച്ച പോലെ തന്നെ കേട്ടോ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 എലമെന്റും കൂടെ ആഡ് ചെയ്യുന്നു, ഇത്ര ടൈംസ് വന്നിട്ടുണ്ടെങ്കിൽ അത്ര ടൈംസ് ആഡ് ചെയ്യുന്നു. കാൽക്കുലേഷനിൽ ഒരു ഡിഫറൻസും ഇല്ല. ആകെ എന്താ ആലോചിക്കുക, ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസിലാണ് നമ്മൾ എപ്പോഴും എന്ത് പറയാ, ഫോർമുല മാസ് പറയാന്ന്. ഫോർ എക്സാമ്പിൾ, ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ പ്രത്യേകത എന്താ, വിച്ച് ഈസ് എൻ അയോണിക് കോമ്പൗണ്ട്. അങ്ങനെയുള്ള ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസിലാണ് പറയാ. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അറ്റോമിക് മാസ് ഓഫ് സോഡിയവും അതുപോലെ തന്നെ അറ്റോമിക് മാസ് ഓഫ് ക്ലോറിനും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് അറ്റോമിക് മാസ് ഓഫ് സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്, 23 ആണ് അല്ലേ. അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റത്തിന് എന്തായിരുന്നു അറ്റോമിക് മാസ് വരുന്നത്, 35.5 ആണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 23 + 35.5 നിങ്ങൾക്ക് എന്ത് കിട്ടും, 58.5. ഇതാണ് എന്തിന്റെ വരിക, NaClന്റെ ഫോർമുല മാസ് വരിക. കിട്ടിയോ? അപ്പൊ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർമുല മാസ് കാണാൻ പറഞ്ഞാൽ അതിലുള്ള എലമെന്റുകളുടെ എന്ത് ചെയ്താൽ മതി, ആറ്റംസിന്റെ ആഡ് ചെയ്താൽ മതി. അതായത് സോഡിയം ക്ലോറൈഡിന്റെ ആണെങ്കിൽ സോഡിയത്തിൻ്റെത് പ്ലസ് ക്ലോറിൻ്റെത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഫോർമുല മാസ് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷനിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പക്ഷെ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസിലാണ് ഫോർമുല മാസ് പറയുക, ആ ടേം വരുന്നേന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ഫ്രഷ് ആയിട്ട് പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ടോപ്പിക് എന്താ വരുന്നത്, മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസസ്. അപ്പൊ ഈ മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ടൊക്കെയാണ് അധികം വരിക. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം കൂടെ എന്താണ് ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോ മോളിനെ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിലേക്ക്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യാന്, മാസിലേക്ക് കൺവേർട്ട് ചെയ്യാന്, വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാന്, അല്ലെങ്കിൽ ഇത് ഈ വോളിയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് എത്ര മോളാണ് എന്ന് തിരിച്ച് കൺവേർട്ട് ചെയ്യാന്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് മൊത്തം പഠിക്കാനുള്ളതൊന്ന് നോക്കാം. ഇപ്പോ ഒരു മോളാണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതുക. ഒരു മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാ, അത് വോളിയത്തിന്റെ കേസ് നോക്കുമ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുക 22.4 ലിറ്റർ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം എന്താ വരിക, 22.4 ലിറ്റർ. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഒരു മോൾ ആണെങ്കിൽ 22.4 ലിറ്റർ. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 5 മോളിന്റെ വോളിയം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 ടൈംസ് ചെയ്താൽ മതി അല്ലേ. 5 × 22.4 ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോ മോള് തന്നിട്ട് വോളിയം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ ടോട്ടൽ വോളിയം കിട്ടാന്. തിരിച്ച് നിങ്ങൾക്ക് വോളിയം തന്നു അവര്. വോളിയം ഇപ്പൊ സപ്പോസ് ക്വസ്റ്റ്യനിൽ വോളിയം 44.8 ലിറ്റർ ആണ് തന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര മോളാണ് എന്നാണ്. വോളിയം തന്ന് മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാം, 44.8 ആണ് വോളിയം. അതിനെ എന്തുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യും, 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കിട്ടും നമ്മൾ അവിടെ എത്ര മോൾ എടുത്തിട്ടുണ്ടെന്ന്, 2 മോൾ എടുത്തിട്ടുണ്ടെന്ന്. 44.8 ലിറ്റർ വോളിയം കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര മോൾ വന്നിട്ടുണ്ടാവും, 2 മോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 22.4 ലിറ്റർ വെച്ചിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ വരിക. ആലോചിച്ചാൽ മതി, ഒരു മോൾ എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ. അപ്പോൾ 5 മോളിന്റെ കാണാൻ നമ്മൾ 5 ഇൻറ്റു മൾട്ടിപ്പിൾ ആണ് അവിടെ ചെയ്യുന്നത് 22.4. നേരെ തിരിച്ച് ഇനിയിപ്പോൾ വോളിയം തന്നു എത്ര മോളാന്ന് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും, ഡിവൈഡഡ് ബൈ 22.4 ചെയ്യും. ക്ലിയർ ആണോ? ഇവിടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ തിരിച്ച് വോളിയം തന്ന് മോൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 22.4 കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ വോളിയം മോളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാസും മോളും തമ്മിലുള്ള റിലേഷൻ കേട്ടോ. ഇപ്പോ
നമ്മളിപ്പോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നേരത്തെ പറഞ്ഞു അല്ലെ, 44 ഗ്രാം ആണ് എന്ന്. C12 ഓക്സിജൻ 16 2 ടൈംസ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടി 44 ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ. ഈ 44 ഗ്രാം അത് ഡിനോട്ട് ചെയ്യുന്നത് അവിടെ എത്ര മോൾ ഉണ്ട് എന്നാണ്? ഒരു മോൾ. ഒരു മോളിന് ഇക്വാലന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ മോളിക്കുലാർ മാസ്. ക്ലിയർ അല്ലേ? ഒരു മോളിന് ഇക്വാലന്റ് ആണ് നമ്മുടെ മോളിക്കുലാർ മാസ്. അപ്പോ സപ്പോസ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 2 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാസ് എത്രയാണ്? 2 മോള് കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പോ അപ്പൊ എങ്ങനെയാ നിങ്ങൾ ചെയ്യുക? നിങ്ങൾക്കറിയാം, 1 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 44 ആണ്. അപ്പൊ 2 മോൾ എന്ന് പറയുമ്പോൾ 2 ടൈംസ് അവിടെ 44 പ്രസന്റ് ആയിരിക്കും. അതായത് 88 ഗ്രാം ആയിരിക്കും വന്നിരിക്കുക ടോട്ടൽ മാസ്. അപ്പോ ആലോചിക്കുക, മോൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മോളാർ മാസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി മാസ് കിട്ടാൻ. ഡൗട്ട് ഇല്ലല്ലോ. മോൾ ടു മാസ് കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അവരിപ്പോ ക്വസ്റ്റ്യനിൽ പറയാണ്, ഇതേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ അവരെടുത്തിരിക്കുന്നത് എന്താണ്? 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, അത് എത്ര മോൾ ആണ് എന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ കാണുക? 440 ഗ്രാം അവിടെ ഉണ്ട്, മാസ് അവർ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ 1 മോൾ ആണെങ്കിൽ 44 ആണ് എന്ന്. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 440 ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ 440 ഡിവൈഡഡ് ബൈ 44 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? 10 മോൾ ആണ് അവിടെ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. എന്റെ പോയിന്റ് ക്ലിയർ ആണോ? അതായത് 1 മോളിലാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് ഇക്വാലന്റ് ആയി വരുന്നത്, മോളും മാസും നോക്കുന്നിടത്ത്. അപ്പോൾ 2 മോളിന്റെ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യും. അതായത് മോള് തന്നിട്ട് മാസ് കാണാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. തിരിച്ച് അവർ മാസ് തന്നു, മാസ് അവർ തന്നിട്ടുണ്ട്, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? മോള് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ തിരിച്ച് മാസ് തന്നിട്ട് മോള് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. അപ്പൊ 440നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് പഠിച്ച 1 മോൾ എന്തിന് ഇക്വാലന്റ് ആണ് എന്നാ പഠിച്ചേ? അതിന്റെ മോളാർ മാസിന് ഇക്വാലന്റ് ആണ്. ആദ്യം മോളി ആയിട്ടുള്ള റിലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 1 മോൾ എന്തിന് ഇക്വാലന്റ് ആണെന്ന് 22.4 ലിറ്ററിന്. ഇവിടെ നമ്മൾ പറഞ്ഞു 1 മോള് അതിന്റെ മോളാർ മാസിന് ഇക്വാലന്റ് ആണ്. അത് വെച്ചിട്ട് ഡിവൈഡും മൾട്ടിപ്ലിക്കേഷനും ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറസ്പോണ്ടിങ് മോള് ചോദിച്ചാൽ മോള് കണ്ടുപിടിക്കാൻ പറ്റും, മാസ് ചോദിച്ചാൽ മാസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് എങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്ന്. അപ്പൊ ആലോചിക്കുക, ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് എന്ത്? അവഗാഡ്രോ കോൺസ്റ്റന്റ്. അവഗാഡ്രോ കോൺസ്റ്റന്റിനെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്യുക? എന്ന് വെച്ചിട്ട് അല്ലെ. അവഗാഡ്രോ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരുന്നു? 6.022 ഇൻറ്റു 10⁻23. അപ്പൊ ആലോചിക്കുക, നമ്മൾ എടുക്കുന്നത് 1 മോൾ ആണ് എന്ന് കരുതുക. 1 മോൾ സബ്സ്റ്റൻസ് ഒരു മോൾ എന്ന് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എത്ര പാർട്ടിക്കിൾസ് ചോദിച്ചാൽ പാർട്ടിക്കിൾസ്, ആറ്റംസ് എന്ന് ചോദിച്ചാൽ ആറ്റംസ്, മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ മോളിക്യൂൾസ്, വാട്ട് എവർ നമ്പർ എത്രയായിരിക്കും വരിക? ഈ അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോ 1 മോൾ സംതിങ് ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6.022 ഇൻറ്റു 10⁻23. അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. വേറെ ഒന്ന് ചോദിച്ചു, വേറെ എന്തിൻ്റെങ്കിലും ഇപ്പൊ വാട്ടറിന്റെ 1 മോൾ എടുത്തിട്ടുണ്ട്, അതിൽ എത്ര ഉണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ദിസ് മച്ച് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും എന്തുണ്ടാവുക? അവിടെ പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഏതൊരു സബ്സ്റ്റൻസ് 1 മോൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എത്ര പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക? അവഗാഡ്രോ നമ്പർ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ സപ്പോസ് 2 മോൾ അല്ലെങ്കിൽ ഒരു 5 മോൾ എടുത്തിട്ടുണ്ട് സബ്സ്റ്റൻസ് എന്ന് കരുതുക. 5 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് വരും അവിടെ?
നിങ്ങൾ എന്താ ചെയ്യുക, ഒരു മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവഗാഡ്രോ നമ്പർ. അപ്പോൾ 5 മോൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 5 ടൈംസ് അവഗാഡ്രോ നമ്പർ അല്ലേ, അതായത് 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലേ ചെയ്യുക നിങ്ങൾ. 5 മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്തുകൊണ്ട്? അവഗാഡ്രോ നമ്പർ കൊണ്ട്. തിരിച്ച് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്? 5 മോൾ എത്രയാന്നല്ല, അവർ പറഞ്ഞു അവരെന്തെടുത്തിട്ടുണ്ട് 12.044 ഇൻറ്റു 10⁻23. ഇങ്ങനെ എത്രയോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ട്. എത്ര നമ്പർ ഓഫ് മോൾസ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. പാർട്ടിക്കിളിന്റെ നമ്പർ തന്നിട്ട് തിരിച്ച് മോൾ ഫൈൻഡ് ചെയ്യാനാ ചോദിച്ചിരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സംഭവം ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്ത് നമുക്ക് എന്തെന്ന് കിട്ടും? 2 മോളാണ് അവിടെ എടുത്തിരിക്കുന്നതെന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോ മോൾസ് തന്നിട്ട് പാർട്ടിക്കിൾ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ അവഗാഡ്രോ നമ്പർ ചെയ്യുക. തിരിച്ച് പാർട്ടിക്കിളിന്റെ നമ്പർ തന്നു എന്നിട്ട് മോൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാം? ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പറും ചെയ്യാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? മോള് അത് വോളിയം ആയിട്ടുള്ള റിലേഷൻ പഠിച്ചു, മോളാർ മാസ് ആയിട്ടുള്ള റിലേഷൻ പഠിച്ചു, ആൻഡ് ലാസ്റ്റ് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള റിലേഷനും പഠിച്ചു. മോളും വോളിയം നോക്കുമ്പോൾ എന്താണ്? ഒരു മോളാണ് ഞാൻ സബ്സ്റ്റൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും? 22.4 ലിറ്റർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ 5 മോള് കാണാൻ പറഞ്ഞാൽ 5 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. തിരിച്ച് അവര് വോളിയം തന്നിട്ടുണ്ടെങ്കിൽ മോള് കാണാൻ ഞാൻ എന്തും ചെയ്യാ? ഡിവൈഡും ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഇക്വേഷൻ നോക്കിയാലും മതി. വോളിയം ടു മോളിലേക്കാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 1 മോളിന് കറസ്പോണ്ടിങ് ആണ് 1 മോൾ ബൈ 22.4. ആ രീതിയിൽ ഓർത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. അപ്പോൾ ഓർത്തെ. ഓക്കെ, അപ്പോൾ വോളിയം തന്നു, മോള് കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും. മോള് തന്നിട്ട് വോളിയം ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യും? 22.4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ക്ലിയർ? ഇനിയിപ്പോ മോളും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ളതാണ് റിലേഷൻ അറിയണ്ടേന്ന് കരുതാം. മോൾ തന്നിട്ട് പാർട്ടിക്കിൾ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തിരിച്ച് പാർട്ടിക്കിളിന്റെ നമ്പർ തന്നിട്ട് മോൾ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡും ചെയ്യാം. ഡിവൈഡഡ് വിത്ത് അവഗാഡ്രോ നമ്പർ. അടുത്ത് നോക്കിക്കേ, മോൾസും മാസും ആണ്. ആ സബ്സ്റ്റൻസിൽ എത്ര മാസ് ഉണ്ട് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് കരുതുക. അപ്പൊ എങ്ങനെയാ ചെയ്യണ്ടേ? മോള് തന്നിട്ട് മാസ് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. തിരിച്ച് മാസ് തന്നിട്ട് മോൾ കാണാനാണെങ്കിൽ എന്തും ചെയ്യാം? ഡിവൈഡും ചെയ്യാം അല്ലേ? മാസ് തന്നിട്ട് മോൾ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ഡിവൈഡും ചെയ്യാം. നമുക്കിതിന്റെ ഓരോ എക്സാമ്പിൾസും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഇപ്പോൾ 10 മോൾ സബ്സ്റ്റൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. 10 മോളാണ് സബ്സ്റ്റൻസ് ഉള്ളത്. എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ വോളിയം എത്രയാണെന്നാണ്. എങ്ങനെയാ കാണാൻ പറ്റുക? നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് എന്താണ്? 1 മോൾ ആണെങ്കിൽ വോളിയം എത്രയാണെന്ന്? 22.4 ലിറ്റർ ആണ്. അപ്പൊ 10 മോൾ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 10 ടൈംസ് എന്ത് ചെയ്താൽ മതി? 22.4 ചെയ്താൽ മതി അല്ലേ? ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനിയിപ്പോ തിരിച്ച് 44.8 ലിറ്റർ ആണ്. അത് എത്ര മോളാണ് എന്നാ ചോദിച്ചിരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നാ പറഞ്ഞേ? 44.8 ഡിവൈഡഡ് ബൈ 22.4. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? 2 മോളിന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? വോളിയം മോളും തമ്മിലുള്ള റിലേഷൻ. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും പുട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോ മാസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് വാട്ടർ ആണ് കേട്ടോ. വാട്ടർ ഞാൻ 90 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് എത്ര മോൾ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. 90 ഗ്രാം. മാസ് തന്നിട്ടുണ്ട്, മോൾ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മാസ് തന്നിട്ടുണ്ടെങ്കിൽ 90 ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. വാട്ടറിന്റെ മോളാർ മാസ് എന്തായിരുന്നു? 18. അപ്പോ 90 ഡിവൈഡഡ് ബൈ 18 ചെയ്താൽ നമുക്ക് എന്താന്ന് കിട്ടും? 5 മോൾ വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. 5 മോൾ വാട്ടർ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 90 ഗ്രാം കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനിയിപ്പോ പാർട്ടിക്കിളിന്റെ കേസ് നോക്കാം. പാർട്ടിക്കിളിന്റെ കേസ് അതുപോലെ അവർ തന്നിട്ടുണ്ട്. ഇപ്പോ 3 മോൾ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കരുതുക. എങ്ങനെയാ ചെയ്യാ? നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് എന്തായിരുന്നു? 1 മോൾ ആണെങ്കിൽ അവിടെ അവഗാഡ്രോ നമ്പർ എത്രയായിരുന്നു? 6.022 × 10⁻23. അത്രയും എന്തുണ്ടാവും? പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഞാനിപ്പോ 3 മോളാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് വരും? 3 ടൈംസ് എന്ത് വരും? അവഗാഡ്രോ നമ്പർ വരും അല്ലേ. നിങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ്? 3 ടൈംസ് 6.022 × 10⁻23 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പോൾ മോൾ വോളിയം തമ്മിലുള്ള റിലേഷൻ നമ്മൾ 22.4 വെച്ചിട്ട് കണക്ട് ചെയ്യും. മോൾ മാസ് തമ്മിലുള്ള റിലേഷൻ മോളാർ മാസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യും. മോളും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിൽ നമ്മൾ എങ്ങനെയാ റിലേഷൻ പറയാ? ഓൺ ദ ബേസിസ് ഓഫ് അവഗാഡ്രോ നമ്പറുടെ വാല്യൂ പഠിച്ചു വെക്കുക. 6.022 × 10⁻23. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അപ്പോൾ ഒരു എലമെന്റിന്റെ, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. മാസ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫോർമുല എന്താ വരിക? മാസ് ഓഫ് എലമെന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ്, കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് ആണ് താഴെ കൊടുക്കുന്നത്. ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കേണ്ടത്? ഏത് എലമെന്റിന്റെ ആണോ പെർസെൻറ്റേജ് കാണേണ്ടത് ആ എലമെന്റിന്റെ മാസാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്പിളും ചെയ്യുന്നു. ഇക്വേഷൻ ക്ലിയർ ആണോ? മാസ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? മാസ് ഓഫ് എലമെന്റ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് കൊടുക്കുക, ഇൻറ്റു 100 കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് ബോത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ വാട്ടർ. വാട്ടർ എടുത്തിട്ടുണ്ട്. വാട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? H2O അല്ലേ. ഇതിലെ ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജും കാണണം, ഓക്സിജന്റെ മാസ് പെർസെൻറ്റേജും കാണണം. നോക്കാം. ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ഞാൻ ആദ്യം കാണാൻ പോകുന്നത് കേട്ടോ. പെർസെൻറ്റേജ് മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ കാണണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാ വരിക? മാസ് ഓഫ് എലമെന്റ്, വാട്ടറിൽ ഹൈഡ്രജന്റെ മാസ് എങ്ങനെയാ വരുന്നത്? ഒന്ന് ആദ്യം നമുക്ക് എഴുതി വെക്കാം. ഹൈഡ്രജൻ എന്താണ്? 1 ഗ്രാം ആണ്. അങ്ങനെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ടോട്ടൽ എന്ത് വരും? 2 വരും അല്ലേ. പ്ലസ് ഓക്സിജന്റെ എന്ത് വരും? 16 വരും. അപ്പൊ ടോട്ടൽ കോമ്പൗണ്ടിന്റെ മാസ് എന്ത് വരും? 18 ഗ്രാം വരും. ഡൗട്ട് ഇല്ലല്ലോ? നമ്മൾ ഈ മോളാർ മാസ് ഒക്കെ പഠിച്ച് ഇവിടെ എത്തുമ്പോൾ ഈ കാൽക്കുലേഷൻ എന്തായിരിക്കും? നമുക്ക് ഫെമിലിയർ ആണല്ലോ. അപ്പോൾ പെർസെൻറ്റേജ് മാസ് ഓഫ് എലമെന്റ്, ഹൈഡ്രജന്റെ മാസ് എത്രയാടാ കോമ്പൗണ്ടിൽ വരിക? 2 അല്ലേ. അപ്പൊ നമ്മൾ ആ 2 പുട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട്, കോമ്പൗണ്ടിന്റെ മാസ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്? 18. അപ്പൊ 2/18 കൊടുക്കുക. ആൻഡ് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്തും കൂടെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 കൊടുക്കുക. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് എന്തെന്ന് കിട്ടും? 11.1% ആണ് ആ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂളിൽ ആരുള്ളത്? ഹൈഡ്രജന്റെ കോമ്പോസിഷൻ ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഓക്സിജന്റെ കാണാനാന്ന് വിചാരിക്കുക. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആ ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? മാസ് ഓഫ് എലമെന്റ്, ഓക്സിജന്റെ എത്രയാ മാസ്? 16 ആണ്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട്, കോമ്പൗണ്ടിന്റെ മാസ് എത്രയാ നമ്മൾ പഠിച്ചത്? 18 ആണ്. പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം? ഇൻറ്റു 100 കൊടുക്കണം.
അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 88.9% എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യാൻ ഒരു വഴിയും കൂടെ ഉണ്ട്. ഇപ്പൊ ആകെ രണ്ട് എലമെന്റ് ആണെന്ന് കരുതുക. ഒന്ന് 11.1 ആണെങ്കിൽ ടോട്ടൽ എപ്പോഴും എന്താ വരിക? 100 അല്ലേ? അപ്പൊ ഒന്ന് 11.1 ആണെങ്കിൽ 100ന്ന് 11.1 മൈനസ് ചെയ്താൽ രണ്ടാമത്തെ ആളുടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ആളുടെ എത്ര വരും? 88.9. അങ്ങനെ 100 മൈനസ് ചെയ്തിട്ടും ഇവിടേക്ക് എത്തും കേട്ടോ. 100 മൈനസ് 11.1 ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ആൻസർ കിട്ടും. ആകെ രണ്ട് എലമെന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ടോട്ടൽ 100 ആണ്. ഒരാളുടെ കിട്ടിയാൽ മറ്റേ ആളുടെ 100ന്ന് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം, ഈ ഡിവിഷൻ ചെയ്യുന്നതിന് പകരം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. What is the percentage of carbon, hydrogen and oxygen in ethanol? എത്തനോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് മോളിക്യൂള് വരിക? ഫോർമുല എന്താ വരിക? C2H5OH. C2H5OH ഇതാണ് എത്തനോളിന്റെ ഫോർമുല. അതിന്റെ മോളാർ മാസ് ഒന്ന് ആദ്യം ഫൈൻഡ് ചെയ്ത് നോക്കിക്കേ. C2H5OHന്റെ മോളാർ മാസ് എന്താ വരിക? കാർബണിന്റെ എത്രയാണ്? 12 ആണ്. 2 ടൈംസ് വന്നിട്ടുണ്ട് അല്ലേ? പ്ലസ് ഹൈഡ്രജന്റെ എത്രയാണ്? 1 ആണ്. 5 ടൈംസ് വന്നിട്ടുണ്ട്. പ്ലസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16, ഒരു തവണയേ ഉള്ളൂ. പ്ലസ് ഹൈഡ്രജൻ 1. ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 46 വരുന്നുണ്ടോ? മാസ് നോക്കുമ്പോൾ 12 2 ടൈംസ് പറയുമ്പോൾ 24, 5, 1, 6 plus 16 30, 16, 46 കിട്ടുന്നില്ലേ? മോളാർ മാസ് ഓഫ് എത്തനോൾ എന്ത് കിട്ടി? 46 ആണെന്ന് കിട്ടി. ഇനി ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ് എന്ന് കരുതുക. ഇക്വേഷൻ എന്തായിരുന്നു? കാർബണിന്റെ മാസ് മേലെ കൊടുക്കുക, ടോട്ടൽ മാസ് താഴെ കൊടുക്കുക, ഡിവിഷനിൽ മൾട്ടിപ്പിൾ വിത്ത് 100 ടു കൺവേർട്ട് ടു പെർസെൻറ്റേജ്. അപ്പോൾ കാർബണിന്റെ എന്താണ്? കാർബണിന്റെ മാസ് എത്രയാണ് വന്നിരിക്കുന്നത്? 12 2 ടൈംസ് എന്ന് വെച്ചാൽ 24 അല്ലേ? ഇതാണ് കാർബണിന്റെ മാസ്. അപ്പൊ കാർബണിന്റെ മാസ് 24 മേലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് എത്രയായിരുന്നു? 46 കൊടുക്കുക. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് കൊടുക്കുക? ഇൻറ്റു 100 കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ആൻസർ ഇൻ ദ റേഞ്ച് ഓഫ് 52% കിട്ടും. ഇവിടുത്തെ എക്സാക്ട്ലി ഉള്ള വാല്യൂ 12.01 നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കാർബണിന്റെ കണ്ടുപിടിച്ച് ഫൈൻഡ് ചെയ്തല്ലോ, ആ വാല്യൂ കൊടുത്തത് കൊണ്ടാണ് പോയിന്റിൽ ചെറിയ ഡിഫറൻസ് ഉള്ളത്. നമ്മുടെ നോർമൽ കാൽക്കുലേഷനിൽ ഇങ്ങനെ ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ 24 കാർബണിന്റെ മാസ്, കോമ്പൗണ്ടിന്റെ മാസ് 46 ആൻഡ് ഇൻറ്റു 100. അപ്പോൾ എന്ത് കിട്ടും? 52.14, 52%ലേക്ക് കിട്ടും. അടുത്ത നോക്കുക, പെർസെൻറ്റേജ് ഓഫ് ആര്യ കണ്ടുപിടിക്കേണ്ടത് എനിക്ക് ഹൈഡ്രജൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഹൈഡ്രജനെ ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈഡ്രജന്റെ മാസ് ന്യൂമറേറ്ററിൽ കൊടുക്കുക, മാസ് ഓഫ് കോമ്പൗണ്ട് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഹൈഡ്രജന്റെ മാസ് എത്രയാണ് വന്നിരിക്കുന്നത്? നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മാത്രമല്ല ഹൈഡ്രജൻ ഇവിടെയും പ്രസന്റ് ആണ് കേട്ടോ. അപ്പോൾ 5 1 ടോട്ടൽ 6 ഹൈഡ്രജൻ ഉണ്ട്. 6 പുട്ട് ചെയ്യാൻ മറക്കരുത്, 5 കൊടുത്തു പോകരുത്. ഹൈഡ്രജൻ ടോട്ടൽ കോമ്പൗണ്ടിൽ എന്തുണ്ട്? 6 ഗ്രാം പ്രസന്റ് ആണ്. കോമ്പൗണ്ടിന് എത്രയാണ് വരുന്നത്? 46. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്തും മാർക്ക് ചെയ്യുന്നു? 100 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? അറൌണ്ട് 13% കിട്ടും. അപ്പോൾ അതായിരിക്കും അതിൽ എന്ത് വരുന്നത്? പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഓക്സിജന്റെ മാസ് എത്രയാണ് വരുന്നത്? ആകെ ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ, 16 ആണ്. കോമ്പൗണ്ടിന്റെ മാസ് എത്രയാണ് വരുന്നത്? 46 ആണ്. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് മാർക്ക് ചെയ്യുക? ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 16/46 ഇൻറ്റു 100 ചെയ്താൽ നമ്മുടെ ആൻസർ ഇൻ ദ റേഞ്ച് ഓഫ് എവിടെ കിടക്കും? 34% കിടക്കും.
ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു കോമ്പൗണ്ടിലെ ഓരോ എലമെന്റിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കിട്ടിയ എല്ലാം കൂടെ നിങ്ങൾ പെർസെൻറ്റേജ് നോക്കിയാൽ ടോട്ടൽ എന്തായിരിക്കും വരിക? 100 ആയിരിക്കും. 100നെ ഒരു പാർട്ടാക്കിയതാണല്ലോ, അതിൽ എത്ര ഹൈഡ്രജൻ, എത്ര പെർസെൻറ്റേജ് കാർബൺ, അങ്ങനെ പാർട്ടാക്കിയതാണ്. അപ്പൊ നോക്കിക്കേ, ഡൗട്ട് ഇല്ലല്ലോ. പെർസെൻറ്റേജ് ഓഫ് ഏത് എലമെന്റിന്റെ ആണോ കാണേണ്ടത് ആ എലമെന്റിന്റെ മാസ് കോമ്പൗണ്ടിൽ എത്ര ടൈംസ് വന്നിട്ടുണ്ടെന്ന് നോക്കണം കേട്ടോ. ഹൈഡ്രജൻ ഇവിടെയും ഉണ്ട്. ടോട്ടൽ ഹൈഡ്രജന്റെ മാസ് വേണം പുട്ട് ചെയ്ത് കൊടുക്കാന്. അപ്പോൾ ഏത് എലമെന്റിന്റെ ആണോ അതിന്റെ മാസ് കൊടുക്കുക ന്യൂമറേറ്ററിൽ. കോമ്പൗണ്ടിന്റെ മോളാർ മാസ് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ട് കോമ്പൗണ്ടിന്റെ മോളാർ മാസ് വേണം എന്ത് ചെയ്യാന്? താഴെ ഡിനോമിനേറ്ററിൽ പുട്ട് ചെയ്യാന്. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടെ കൊടുക്കുക, ഇൻറ്റു 100. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിന്റെ ഫോർമുല തന്നിട്ടുണ്ട് Na2SO4 അല്ലേ? ഇതിന്റെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ഞാൻ ചെയ്യുന്നില്ല, ഞാനൊന്ന് പറഞ്ഞു തരാം. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് സോഡിയം ആണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് കരുതുക. ഓക്കെ, ഇതിന്റെ മോളാർ മാസ് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം അല്ലേ? സോഡിയത്തിന്റെ എങ്ങനെയാ വരിക? സോഡിയം 23 ആണ് സോഡിയത്തിന്റെ മാസ്. 2 ടൈംസ് വരുന്നത് കൊണ്ട് 23 2 ടൈംസ്. പ്ലസ് സൾഫറിന്റെ വരുന്നത് എത്രയാണ്? 32 ആണ്. ഓക്സിജന്റെ വരുന്നത് എന്താണ്? 16 4 ടൈംസ് ആണ്. അപ്പൊ ഇത് നോക്കിക്കേ, അതിന്റെ ടോട്ടൽ മോളാർ മാസ് എന്താ വരാന്ന്? 23 2 ടൈംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 46 അല്ലേ? $142 എന്നല്ല വരുന്നത് മോളാർ മാസ് ഓഫ് സോഡിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സോഡിയം ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സോഡിയത്തിന്റെ പെർസെൻറ്റേജ് മാസ് എത്രയാ വരിക? 46 ഡിവൈഡഡ് ബൈ ടോട്ടൽ കോമ്പൗണ്ടിന്റെ എത്രയാണ്? 142 ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് സോഡിയം കിട്ടും അല്ലേ? അടുത്തത് ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സൾഫർ ആണ് കാണേണ്ടതെന്ന് കരുതുക. സൾഫറിന്റെ ആണെങ്കിൽ എത്രയാ മാസ് വരുന്നത്? 32 ആണ് സൾഫറിന്റെ മാസ്. കോമ്പൗണ്ടിന്റെ മാസ് എത്ര വരും? 142 വരും. ആൻഡ് കൺവേർട്ടഡ് ടു പെർസെൻറ്റേജ് ഞാൻ എന്ത് പുട്ട് ചെയ്തു? ഇൻറ്റു 100. ഓക്കെ, അടുത്ത എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആണ് കാണേണ്ടതെന്ന് കരുതുക. ഓക്സിജന്റെ മാസ് എത്രയാണെന്നാ കിട്ടിയത്? 64 ആണ്. ഡിവൈഡഡ് ബൈ 142 ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സോഡിയം ഏത് എലമെന്റിനെ കാണണമെങ്കിലും ആ എലമെന്റ് ആ കോമ്പൗണ്ടിൽ എത്ര മാസ് ഉണ്ട് ആ മാസ് പുട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് കൊടുക്കുക. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100. ക്ലിയർ ആണോ? മാസ് ഓഫ് എലമെന്റ് കൊടുക്കുക, മാസ് ഓഫ് കോമ്പൗണ്ട് കൊടുക്കുക, ഇൻറ്റു 100. ഇക്വേഷൻ ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യുക കേട്ടോ. സോഡിയത്തിന്റെയും സൾഫറിന്റെയും ഓക്സിജന്റെയും സോഡിയം സൾഫേറ്റിൽ ഓരോ എലമെന്റും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കണം കേട്ടോ ആൻസർ. ആയോ? അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് വരുന്നത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുലയാണ്. അടുത്ത ടോപ്പിക്ക് തൊട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.